കൊട്ടാരം പൊളിക്കാൻ ദേവസ്വം ബോർഡ് സംരക്ഷിക്കണമെന്ന് രാജകുടുംബവും ഇൻടാക്കും. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിന് മുൻവശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കൊട്ടാരം പൊളിക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പഞ്ചായത്തിന് കത്ത് നൽകിയതായാണ് സൂചന. പൈതൃകമായി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപ് കൊച്ചി രാജകുടുംബാംഗങ്ങളും ഇൻടാക്കും ആർക്കിയോളജി വകുപ്പിനെ സമീപിച്ചതിനെ തുടർന്നാണ് പൊളിക്കാനുള്ള ടെൻഡർ നടപടിയിൽ നിന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പിന്മാറിയത്. ഇപ്പോൾ വീണ്ടും പൊളിച്ചു മാറ്റാനുള്ള നീക്കം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇൻടാക്ക് രാജകുടുംബാംഗങ്ങളും കൊട്ടാരം സന്ദർശിച്ച് നിലനിർത്താൻ വേണ്ട നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചത്. അടുത്ത ദിവസം തന്നെ ദേവസ്വം ബോർഡിന് കത്ത് നൽകുമെന്ന് ഇൻടാക്ക് തൃശൂർ കൺവീനർ വിനോദ് കുമാർ MM പറഞ്ഞു. സംസ്ഥാന കോ കൺവീനർ അരുൺ നാരായണൻ, പാലക്കാട് ഇൻടാക്ക് കൺവീനർ സനൂഷ, ആശാലത തമ്പുരാൻ, പഴയന്നൂർ ഭഗവതി ക്ഷേത്രം ഉപദേശക സമിതി സെക്രട്ടറി ജയറാം, ട്രഷറർ നന്ദകുമാർ, ഇൻടാക്ക് പ്രവർത്തകരും ഇന്നലെ കൊട്ടാരം സന്ദർശിച്ചു. ഞാൻ കൊച്ചി രാജകുടുംബത്തിൻ്റെ ഒരു പ്രതിനിധിയാണ്, സീനിയർ മെമ്പറാണ്. പല സ്ഥലങ്ങളിൽ കൊച്ചി രാജകുടുംബമായിട്ട് ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിൽ പോകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് പഴയന്നൂർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു കെട്ടിടമുണ്ട്, പാലസ് ഉണ്ട്, മഹാരാജാക്കന്മാർ താമസിച്ചുകൊണ്ടിരുന്നതാണ്. അതിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. എൻ്റെ അറിവിൽ പഴയന്നൂർ ഭഗവതിയെ ഇവിടെ കൊണ്ടുവന്നത് ഒരു മഹാരാജാവാണെന്നാണ് ചരിത്രം പറയുന്നത്, ഐതിഹ്യത്തിൽ കേട്ടിരിക്കുന്നത്. അത് റിട്ടേൺ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് അല്ല. അപ്പോൾ ഈ കെട്ടിടത്തിന് അതിലും കൂടുതൽ പഴക്കമുണ്ടായിരുന്നു. അപ്പം ഇത്രയും പഴക്കമുള്ള ഒരു പൈതൃക ബിൽഡിംഗ് അത് റീറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നിലനിർത്തുന്നതാണ് ഭരണമാണ്. പറയൂ. ഇപ്പോൾ ഞങ്ങൾ ഇൻടാക്ക് എന്ന് പറഞ്ഞ പൈതൃക സംഘടനയിൽപ്പെട്ട അംഗങ്ങളാണ്. ഇൻടാക്ക് തൃശ്ശൂരിൽ നിന്നും ഇൻടാക്ക് പാലക്കാട് നിന്നും, പിന്നെ കൂടാതെ രാജകുടുംബത്തിൽപ്പെട്ട ആശാല ടീച്ചർ, അങ്ങനെ ഒരു വൈവിധ്യമായിട്ടുള്ള ഗ്രൂപ്പുകളിൽ വന്നിട്ടുള്ളതാണ്. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ഈ പറഞ്ഞ മാതിരി പഴയന്നൂർ പാലസ് എങ്ങനെ സംരക്ഷിക്കാം, അതിനുള്ള വഴികൾ എന്തൊക്കെയാണ്, അതിന് അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്. ഇപ്പോൾ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ ഇതിൻ്റെ ഒരു അപകടാവസ്ഥ എന്ന് പറയാനില്ല, അതിൻ്റെ ചില ഓടുകളൊക്കെ പൊട്ടിയിട്ടുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും പെട്ടെന്ന് തന്നെ നേരെയാക്കണമെന്നുണ്ട്. അതിനുശേഷം വിപുലമായിട്ടുള്ളൊരു പ്രോജക്റ്റ്, അതിപ്പോൾ സാമ്പത്തികമായി ഗുണങ്ങളുണ്ടാവുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയും കൂടിയായിട്ട് അവതരിപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഒരു ചർച്ചയാണ് ഇപ്പോൾ ഇന്ന് ദേവസ്വം ബോർഡല്ല, നമ്മുടെ സമിതി, ഉപദേശക സമിതി അംഗങ്ങൾ വന്നിരുന്നു. അവരായിട്ട് ചർച്ച ചെയ്തു. ബാക്കി ഞങ്ങളൊക്കെ കൂട്ടായിട്ട് ചർച്ച ചെയ്തിരുന്ന ഏറ്റവും ആധുനികവും അതേസമയം പഴമയിൽ ഒന്നിയതുമായ ഒരു പ്രോജക്റ്റ് എങ്ങനെ അവതരിപ്പിക്കാം, അതിന് വേണ്ട എന്തൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ആദ്യ തലത്തിലുള്ള ഒരു ചർച്ചയാണ് ഇന്നിപ്പോൾ നടന്നത്. ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രതിനിധികളുമായിട്ട് സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് അവരെയും കൂടി ഉപദേശപ്രകാരം അടുത്തൊരു സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ കടക്കുന്നതായിരിക്കും. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിൽ ഒരു 10-20 പേരിലധികം ഇന്ന് പങ്കെടുത്തു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടീച്ചറുടെ അഭിപ്രായം പറഞ്ഞു, ബാക്കിയുള്ള അംഗങ്ങൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ആ രീതിയിലൊരു എല്ലാ തരത്തിലും എല്ലാം ഉൾക്കൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പഴയന്നൂരിൻ്റെ പൈതൃകത്തിൻ്റെ ഭാഗമായിട്ടുള്ള പഴയന്നൂർ പാലസ് നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് നാളത്തേക്ക് മുന്നോട്ട് പോകാമെന്നാണ് ഇന്നത്തെ ചർച്ചയുടെ